ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമ കോടി അർച്ചന പുരോഗമിക്കുന്നു. അർച്ചന ചെയ്ത കളഭം ഭഗവാന് അഭിഷേകം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ക്ഷേത്രത്തിൽ പുരോഗമിക്കുകയാണ്. നമുക്കതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമ കോടി അർച്ചന പുരോഗമിക്കുകയാണ്. അർച്ചന ചെയ്ത കളഭം ഭഗവാന് അഭിഷേകം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് നിലവിലിപ്പോൾ ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നത്. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, പറയൂ. രോഹിണി, ഡൽഹിയിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന കഴിഞ്ഞ 6-ാം തീയതിയാണ് ആരംഭിച്ചത്. 27 നക്ഷത്രങ്ങളിലും നീണ്ടു നിൽക്കുന്ന മഹായജ്ഞം 28-ാം ദിവസം ലക്ഷദീപാർച്ചനയോടുകൂടി ക്ഷേത്രത്തിൽ ഈ ചടങ്ങുകൾ സമാപിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ ഓരോ ദിവസവും വിവിധ പൂജാവിധികളും കർമ്മങ്ങളും നടക്കുന്നുണ്ട്. വിഷ്ണു സഹസ്രനാമവുമായി ബന്ധപ്പെട്ട് തന്നെ രാവിലെ മുതൽ തന്നെ ഈ അർച്ചന ആരംഭിക്കും. അത് ഏതാണ്ട് വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രത്യേകത അതാത് നക്ഷത്രങ്ങളിൽ ഉള്ളവർക്ക് അർച്ചന നടത്തുവാൻ വേണ്ടി അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രത്യേക യജ്ഞശാലയിൽ കളഭം നിറച്ച കുംഭമുണ്ട്. ആ കുംഭത്തിലേക്കാണ് അർച്ചന നടത്തുന്നത്. ശേഷം തൊട്ടടുത്ത ദിവസം ആ കുംഭത്തിൽ നിറച്ചിരിക്കുന്ന കളഭം ഭഗവാന് അഭിഷേകം ചെയ്യുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട രീതി, പ്രക്രിയ. ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് ഇപ്പോൾ ആ ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നത്. ക്ഷേത്ര ഭാരവാഹികളുണ്ട്, അതേപോലെ തന്നെ ക്ഷേത്രം തന്ത്രി, മേൽശാന്തി അടക്കമുള്ളവരും ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ കളഭം എഴുന്നള്ളത്ത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്കാണ് പോകുന്നത്. അത് ഈ അല്പസമയത്തിനും തന്നെ അത് ആരംഭിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പറ നിറയ്ക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടന്നത്. രോഹിണി, ശരി. നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമ കോടി അർച്ചന പുരോഗമിക്കുകയാണ്. അർച്ചന ചെയ്ത കളഭം ഭഗവാന് അഭിഷേകം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.